പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ പുകയുന്നതിനിടെ ഇറാന് ഗുരുതരമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനികർക്ക് നേരെ ഇനിയും ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണ തോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. മേഖലയിൽ നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ പോലും റദ്ദാക്കാൻ മടിക്കില്ലെന്ന സൂചനയാണ് യുഎസ് പ്രസിഡന്റ് നൽകുന്നത്. ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരെ സാക്ഷി നിർത്തിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയത്. വെറുമൊരു താക്കീതല്ല, മറിച്ച് സൈനിക നടപടികളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ക്ഷമയ്ക്ക് കൃത്യമായ ഒരു പരിധി ഉണ്ടെന്നാണ് ട്രംപ് ഓർപ്പിക്കുന്നത്. നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇറാനെതിരെ കടുത്ത സൈനിക നടപടികളിലേക്ക് കടക്കാനുള്ള തന്റെ ഏക റെഡ് ലൈൻ യുഎസ് സൈനികരുടെ ജീവനാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി. ഇറാന്റെയോ അവർ പിന്തുണയ്ക്കുന്ന സംഘടനകളുടെയോ ഭാഗത്തു നിന്ന് തങ്ങളുടെ സൈനികരെ ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കം ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു അമേരിക്കൻ സൈനികന് ജീവൻ നഷ്ടമാവുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ യുഎസ് തിരിച്ചടിക്കുമെന്നും അത് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന്റെ തുടക്കമായിരിക്കുമെന്നും അദ്ദേഹം ഓവൽ ഓഫീസിൽ വെച്ച് പറഞ്ഞു. മേഖലയിൽ വലിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ മാത്രമാണ് അമേരിക്ക ഇപ്പോൾ പല പ്രകോപനങ്ങളും സഹിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളും പ്രകോപനങ്ങളും സഹിച്ച് വലിയൊരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ താൻ തയ്യാറാണെന്ന് ട്രംപ് സൂചിപ്പിച്ചു. എന്നാൽ ഈ ക്ഷമയെ തങ്ങളുടെ ബലഹീനതയായി കാണരുതെന്നും അമേരിക്കൻ സൈനികരുടെ മരണം സംഭവിക്കുന്ന നിമിഷം നിലവിലുള്ള എല്ലാ നയതന്ത്ര ധാരണകളുടെയും അവസാനമായിരിക്കുമെന്നും അദ്ദേഹം ഇറാന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഇറാന് മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം തന്നെ അവരുടെ നിലവിലത്തെ സൈനിക ശേഷി എത്രത്തോളം ദുർബലമാണെന്നത് ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രസ്താവനയിലൂടെ ശ്രമിക്കുന്നത്. മുൻപുണ്ടായ യുഎസ് ആക്രമണങ്ങൾ ഇറാനെ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാന്റെ പ്രധാന സൈനിക വിന്യാസങ്ങളെല്ലാം അമേരിക്ക തകർത്തു കഴിഞ്ഞതായി ട്രംപ് അവകാശപ്പെടുന്നു. മുൻപ് അമേരിക്ക നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിലൂടെ ഇറാന്റെ വ്യോമസേനയെയും നാവികസേനയെയും പൂർണ്ണമായും തകർത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒപ്പം സൈന്യത്തിന് തന്ത്രപരമായ നിർദ്ദേശങ്ങൾ നൽകേണ്ട പ്രധാന നേതൃത്വവും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ അമേരിക്കയോട് മുട്ടാൻ നിൽക്കാനുള്ള ശേഷി നിലവിൽ ഇറാൻ ഇല്ലെന്ന് ട്രംപ് സ്ഥാപിക്കുന്നു. കടുത്ത യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും മറ്റൊരു വശത്ത് നയതന്ത്ര നീക്കങ്ങൾ സജീവമാണെന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. ഇറാനുമായി നിലവിലത്തെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചർച്ചകൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രകോപനങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായാൽ ഉടൻ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു കരാറിലേക്ക് എത്തിയേക്കാമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സമാധാനത്തിന്റെ പാത സ്വീകരിക്കണോ അതോ പൂർണ്ണമായ തകർച്ച വേണോ എന്ന് ഇറാനാണ് തീരുമാനിക്കേണ്ടതെന്ന നയമാണ് ട്രംപ് ഇവിടെ സ്വീകരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസമുണ്ടായ താൽക്കാലിക പ്രകോപനമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ കടുത്ത യുദ്ധ മുന്നറിയിപ്പിന് പിന്നിലുള്ളത്. മിഡിൽ ഈസ്റ്റിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പുകയുന്ന അതീവ ഗുരുതരമായ സൈനിക പശ്ചാത്തലമാണ് യുഎസ് ഭരണകൂടത്തെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മേഖലയിലെ യുഎസ് സാന്നിധ്യത്തിന് നേരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് അടുത്തിടെയായി ഉയർന്നു വന്നിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകളുടെയും ഭാഗത്തു നിന്നുള്ള വലിയ തോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പതിവായിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി എത്തുന്ന ഈ റോക്കറ്റുകളും ഡ്രോണുകളും വലിയൊരു യുദ്ധത്തിന്റെ അന്തരീക്ഷമാണ് മേഖലയിൽ നിലനിർത്തുന്നത്. ഈ ആക്രമണങ്ങളിൽ ഇതുവരെ യുഎസ് സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപ് പ്രതിരോധം തീർക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഇതുവരെ നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികർക്ക് ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളോ ജീവഹാനിയോ സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് വലിയൊരു സൈനിക നീക്കത്തിൽ നിന്നും വാഷിംഗ്ടണിനെ പിന്നോട്ട് വലിപ്പിച്ചത്. എന്നാൽ ഇനിയും തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന അവസാനവട്ട മുന്നറിയിപ്പാണ് ട്രംപ് ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ സൈനികരുടെ മേൽ ഒരൊറ്റ പോറൽ പോലും ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന കടുത്ത സന്ദേശം നൽകുന്നതിലൂടെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ നീക്കങ്ങളുടെ വേഗത കുറയ്ക്കുക കൂടിയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് വഴിപ്പെടാത്ത പക്ഷം തങ്ങളുടെ റെഡ് ലൈൻ മറികടന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അതീവ രൂക്ഷമായിരിക്കുമെന്ന കർശന രാഷ്ട്രീയ സൈനിക നിലപാടാണ് അമേരിക്ക ഈ പശ്ചാത്തലത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് ചർച്ചകളും കരാറുകളും പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും അമേരിക്കൻ സൈനികരുടെ സുരക്ഷ മുൻനിർത്തി ട്രംപ് നടത്തിയ ഈ യുദ്ധപ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മേഖലയുടെ ഭാവി.